ഇന്ന് കോടതിയിൽ ഒരു തമാശ ഉണ്ടായി. എനിക്ക് കേൾക്കണ്ട. ഞാനിതാ ഒരു തമാശ പറയാൻ പോകുന്ന മുഖവുര പറയുന്നവർ ഇന്നേ വരെ ഒരു തമാശയും പറഞ്ഞിട്ടില്ല. ചുമ്മാ ചിരിച്ചു തരാൻ എനിക്കിപ്പോ സൗകര്യമില്ല. വേണ്ട, പറയാൻ എനിക്ക് മനസ്സില്ല. താങ്ക് യു വെരി മച്ച്. ഇതേവരെ എത്തിയിട്ടില്ല. ഈ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന വട്ടനത് എവിടെ പോയി കിടക്കുന്നാവോ? ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു ഒരു റൂമിന്റെ കാര്യം. ആരുടെ പേരില റൂം? ഇയാളുടെ പേരില്ല, പുരുഷോത്തമൻ. അല്ലല്ല, എന്റെ പേര് കുമാർ എന്നാ. പ്രേംകുമാർ. പ്രേംകുമാർ? നീ എന്താ പേര് മാറ്റിയോ? മാറ്റാനോ? ജനിച്ച അന്ന് മുതൽ എന്റെ പേര് പ്രേംകുമാർ എന്നാ. നീ എന്താ പുരുഷു ഈ പറയുന്നത്? നീ ഇനി ഒന്നും വേണ്ടണ്ട. നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ പ്രേംകുമാറാ പ്രേംകുമാർ. ആ താക്കോലിങ്ങടുത്തെ അതൊക്കെ പിന്നെ എഴുതാം. 102 സന്ദർഭത്തിന് തുയരാൻ നീ ഇതുവരെ പഠിച്ചിട്ടില്ല. എന്റെ പേര് പുരുഷമാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണോ? പോലീസുകാർ നിന്നെ പോലെ മൂളയില്ലാത്തവരല്ല. എന്നാ ഒരു രഹസ്യ ദൗത്യത്തിനല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം രഹസ്യമായിരിക്കണ്ടേ? പുരുഷമാണത്രേ, പുരുഷു. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കൂടി പറഞ്ഞു കൊടുക്കാത്തത്. നീ കണ്ടുവച്ച പരിപാടി എന്താ? അത് നിന്നോടെന്തിനു പറയണം? പത്രത്തിൽ പരസ്യം ചെയ്തിട്ടാണോ കുറ്റവാളികളെ പിടിക്കാൻ പോണത്? അല്ല, ഇത് എന്റെ കാര്യമാണല്ലോ. നീ എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്തു തന്നാ മതി. അവളെ, ആ ഇന്ദു എന്ന 1-ാം പ്രതിയെ ദൂരെ എന്നൊന്ന് കാണിച്ചു തരിക. അതോടെ നിന്റെ ജോലി തീർന്നു. അവളെ കണ്ടിട്ട് ഞാൻ അവളെ പുഴുങ്ങി തിന്നാൻ പോകുന്നു. എന്താ? നീ എന്തിനാ പുരുഷ ഇങ്ങനെ ചൂടാവുന്നത്? നിന്റെ ഒറിജിനൽ പേര് ഞാൻ കൗണ്ടറിൽ പറഞ്ഞു പോയതുകൊണ്ടാണോ? കൗണ്ടറിൽ മാത്രമല്ലല്ലോ, ഇപ്പോഴും നീ എന്നെ പുരുഷു പുരുഷു എന്നല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ മുഖത്ത് നോക്കി പ്രേംകുമാർ എന്ന് എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. തീരെ മാച്ച് ചെയ്യാത്ത പേര്. നീ ഒന്ന് പോയേ. നീ നിന്റെ പ്ലാൻ ഒന്ന് പറ. എടാ, ഇത് വലിയ ശല്യമായല്ലോ. സംഗതി ഞാൻ ചുരുക്കി പറയാം. അതായത് ഈ വിഷവൈദ്യന്മാര് ഉഗ്രവിഷമുള്ള പാമ്പിനെ വിളിച്ചു വരുത്തി അതിനെ കൊണ്ട് കടിയേറ്റവന്റെ മുറിപ്പാടിൽ നിന്നും വിഷം വലിച്ചെടുപ്പിക്കില്ലേ? അതാണ് എന്റെ പ്ലാൻ. അതിനിവിടെ ആരെയും പാമ്പ് കടിച്ചിട്ടില്ലല്ലോ. യു ഗെറ്റ് ഔട്ട് എന്നെ കൊണ്ട് പറയിക്കരുത്. പോട്ടെ, മണ്ടന്മാർ കൂടി മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ എന്റെ പ്ലാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ ഇന്ദുവിനെ നേരിട്ട് കാണാൻ പോവുക. യഥാർത്ഥ ഞാനായിട്ടല്ല, നിന്റെ പഴയ കഥയിലെ തങ്കമണിയുടെ ഇപ്പോഴത്തെ ഭർത്താവായിട്ട്. ഞാൻ അവളോട് പറയും, കുട്ടി, മറ്റേതോ തെണ്ടിയുടെ കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയുടെ ഹതഭാഗ്യനായ ഭർത്താവാണ് ഞാൻ. ആ കുഞ്ഞ് കൊച്ചുനാൾ മുതൽ എന്നെയാണ് അച്ഛാ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ മുന്നിലും ഞാനാണ് അതിന്റെ അച്ഛൻ. ഇന്ദുവക്കീലേ, ഇത് 3 ആത്മാക്കളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെയും തങ്കമണിയുടെയും കുഞ്ഞിന്റെയും. ആ പഴയ രഹസ്യം പുറത്തുവിട്ടാൽ അത് തകരും. എന്റെ മകൻ പുതിയൊരു കഴുതയെ അച്ഛ എന്ന് വിളിക്കാൻ ഇടവരുത്തരുത്, പ്ലീസ്. എങ്ങനെയുണ്ടായി? തെണ്ടി കഴുത എന്നൊക്കെ ഉപയോഗിച്ചത് എന്നെ ഉദ്ദേശിച്ചാണോ? ഐഡിയ എങ്ങനെയുണ്ടെന്ന് പറ. അത് നീ അഭിനയിച്ച് ഫലിപ്പിക്കും പോലെ ഇരിക്കും. അഭിനയം? എടാ, പോലീസ് മേളയുടെ അന്ന് കുഷ്ഠരോഗിയായിട്ട് അഭിനയിച്ച് ബെസ്റ്റ് ആക്ടർ വാങ്ങിച്ചിട്ടുള്ളവനാ ഞാൻ. SI രാമേന്ദ്രൻ പോലും എന്റെ കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ട്. നീ നോക്കിയോ, ഞാൻ കലക്കും. ഹരിയേട്ടാ, നീ എപ്പോ വന്നു? ഇങ്ങനെയൊന്നും ചെയ്യരുത് ഹരിയേട്ടാ. തീ തിന്നതിന് കണക്കില്ല. എന്റെ വീട്ടിൽ നിന്ന് ഒരു വാക്ക് പോലും ഇണ്ടാതെ ഹരിയേട്ടൻ എവിടെ പോയിരുന്നു? അത് ചില കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ആരോടും പറയാതെ വേണം പോകാൻ. എന്ത് കാര്യം? രവി ഇന്ദു അവിടെ രാത്രി വരെ ഹരിയേട്ടനെ കാത്തു നിന്നു. ഞാൻ കൊല്ലനെ കൊണ്ടുവന്ന് പൂട്ട് വിളിച്ച് അകത്ത് കയറിയത്. പൂട്ട് വിളിച്ചോ? നന്നാക്കും ചെയ്തു. എന്നാലും പൂട്ട് വിളിക്കുന്നതൊക്കെ നിയമവിരുദ്ധല്ലേ? അത് പോട്ടെ, അവിടെ വെച്ച് ഇന്ദു നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾ ശത്രുക്കളാണോ? ഞാൻ പലതവണ പറഞ്ഞതാണ് അവൾ വക്കീലാണ്, അവൾ പല നുണയും പറയുമെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹരിയേട്ടൻ എന്തോ വല്ലാത്ത മാറ്റം പോലെ. പഴയ സന്തോഷമൊക്കെ എവിടെ പോയി ഹരിയേട്ടാ? ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക, ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോവുക. നിനക്കറിയില്ല എന്റെ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നമായാലും എന്നോട് പറഞ്ഞൂടെ? അതറിഞ്ഞാൽ നീ ചിലപ്പോ ഞെട്ടും. എനിക്ക് പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ ആണ് വിജയ്. അയ്യോ, പഞ്ചാബിലേക്കോ? അതെ, ബിന്ദ്രൻവാലയുടെ നാട്ടിലേക്ക്. ഖാലിസ്ഥാൻവാദികൾ മനുഷ്യനെ പച്ചക്ക് ചുട്ടു തിന്നുന്ന നരകത്തീയിലേക്ക്, മനസ്സിലായോ? അവിടെ നമ്മളെങ്ങനെ ജീവിക്കും? ആ ട്രാൻസ്ഫർ റദ്ദ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ വിജയ്. എന്നിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ
ഇപ്പോഴവൻ പരിഹരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഗോപാലനാരെ, എന്താ വിളിച്ചേ? ഗോപാലനാരെ, ആ വാതുക്കൽ നിൽക്കുന്നയാൾ കുറെ നേരെ എവിടെ നിന്ന് കണ്ണിറുക്കി കാണിക്കുന്നു. എന്താണെന്ന് ചോദിച്ചേ? എന്താടോ, എന്ത് വേണം? അല്ല, അഡ്വക്കേറ്റ് പങ്കജാക്ഷൻ പിള്ള ഇപ്പൊ വരൂ. താനെന്തിനാടോ അവരെ കിണർക്കി കാണിച്ചത്? അടിച്ച കണ്ണ് ഞാൻ പൊട്ടിക്കും. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പിന്നെ ശൃംഗാരം വക്കീലന്മാരോട് മാഡം, ഞാൻ ശിവശങ്കരൻ അല്ല പത്മനാഭൻ നായർ. എനിക്ക് മാഡത്തിനോട് രഹസ്യമായിട്ടൊരു കാര്യം. എനിക്ക് എന്ത് വേണം? കുറെ നേരം അയാളോട് ഡിസ്റ്റർബ് ചെയ്യുന്നു. ചേച്ചി, ഞാൻ ഇയാളുടെ കാര്യം പറഞ്ഞത്. കുറച്ചുമ്പേ വരാന്തയിൽ നിന്ന് കോഴിച്ചാണിച്ച എന്നാടോ പോലീസിന് വിളിക്കണം. ഗോപാലനാരെ. അല്ല മാഡം, അല്പോ പേഴ്സണലായിട്ട്. പുരുഷോത്തമ സാറേ, നമ്മൾ ആനപ്പാറ പൂട്ടുപൊളിക്കേസിൽ എന്നെ വെറുതെ വിട്ടു. തെളിവില്ല. ഞാൻ 2 പ്രാവശ്യം സാറിനെ അന്വേഷിച്ച് സ്റ്റേഷനിൽ പോയിരുന്നു. അത് എനിക്കുള്ള പരിചയമൊന്നുമില്ല. ഞാൻ മാഡത്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചോളാം. പോ. മുമ്പ് ഒരിക്കലും നീ അവനെ കണ്ടിട്ടേ ഇല്ല? ഇല്ലെന്നേ. ഇനി കല്യാണത്തിന് മുമ്പും ഫോൺ ചെയ്ത് ഇവൻ തന്നെ ആയിരിക്കും? സാധ്യതയുണ്ട്. ഞാൻ പിന്നീട് ഫോൺ ചെയ്യാമെന്നും പറഞ്ഞ അവൻ ഓടിയത്. ഫോൺ അവന്റെ ഒരു ദൗർബല്യമായിരിക്കും അല്ലേ? ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഇനി നീ അവനെ കുറച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്. എന്തിന്? ബാക്കി നമുക്ക് നോക്കാം. ഇരിക്കെ. ഹലോ, അഡ്വക്കേറ്റ് ഇന്ദു അല്ലേ? എന്നെ മനസ്സിലായോ? അല്ലേ, കോടതി വരാന്തയിൽ വെച്ച് ഇന്ന് വിളിക്കാൻ ശ്രമിച്ച സ്മാർട്ടായ ഒരു ചെറുപ്പക്കാരനെ ഓർക്കുന്നുണ്ടോ? അത് ഞാനാണ്. അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വെരി ഗുഡ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ദുവിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല. കോടതി വളപ്പിൽ വെച്ചാവാമെന്ന് വിചാരിച്ചാൽ അവിടെയുള്ള കശ്മലന്മാരുടെ ശല്യം അറിയാമല്ലോ. മാത്രമല്ല, നേരിട്ടുള്ള ആശയവിനിമയത്തിൽ നിന്നും കിട്ടുന്ന സുഖം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തികച്ചും സ്വകാര്യ നിമിഷങ്ങളാണ് മാഡം എനിക്ക് സമ്മാനിക്കേണ്ടത്. ഹൃദയം തുറന്ന് എല്ലാ രഹസ്യങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഏകാന്തതയുടെ അപാര തീരങ്ങളാണല്ലോ കടപ്പുറങ്ങൾ. നമുക്ക് ബീച്ച് വെച്ച് മീറ്റ് ചെയ്താലോ? കാണുന്നില്ലല്ലോ. വരാനുള്ള സമയം ആവുന്നതേ ഉള്ളൂ. അല്ല പക്ഷു, ഞാനും കൂടി ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? വേണം. ഞാൻ ഇന്ദുവിനെ ഡീൽ ചെയ്യുന്ന സ്റ്റൈൽ നീ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം, എന്നെ അഭിനന്ദിക്കണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. സംഭവം സക്സസ് ആവോ? ഇതാണ് മനസ്സുകളുടെ ഐക്യമെന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്തെത്തി. ഹൃദയത്തിന്റെ നെരിപ്പോട്ടിൽ കിടന്ന് പിടയുന്ന രഹസ്യങ്ങളുടെ കലവറയുമായാണ് കുട്ടി നടക്കുന്നതെന്ന് എനിക്കറിയാം. സ്വന്തം ഭർത്താവ് പോലും അറിയാതെ കുട്ടി എനിക്കൊരു സത്യം ചെയ്തതാണ്. കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരാനുണ്ടായ സാഹചര്യം കുട്ടിയുടെ സൗന്ദര്യമോ